എനിക്ക് ഏറ്റവും കൂടുതൽ തളർത്തിയ ഒരു കാര്യമാണ് ഉമ്മയുടെ മരണം എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു നമ്മളെ നമ്മളമ്മമാരില്ലെങ്കിൽ എടാ അച്ഛ എവിടെയാണ് എന്താ പെരേക്ക് വരാത്തതെന്ന് ചോദിച്ചാല് നമ്മളമ്മ വേണം. ഇവിടെ പറയണ മാരിലേക്കാരും ഉമ്മ പറയാം. നോക്കാം അമ്മാൻ്റെ കുട്ടി വണ്ടിയിട്ട് വല്ല പോണം കേട്ടോ, ശ്രദ്ധിച്ചണം കേട്ടോ, വല്ല കച്ചറിയിലോ ഇതിലൊന്നും ഉമ്മാൻ്റെ കുട്ടി പോവല്ലോ. ഈ ഒരു വാക്കും ഉമ്മാൻ്റെ ഉണ്ടാവും. ഒരുപാട് റെക്കോർഡുണ്ട് ഉമ്മാൻ്റെ. പനി ഭേദമായോ കണ്ടോ, അതാർക്കുണ്ട് പനി പെട്ടെന്ന് മാറാൻ, കുട്ടിന്റെ പനി എത്രയും പെട്ടെന്നുള്ള ഇനി ശരിയാക്കി കൊടുക്കട്ടെ. ഞാൻ ഇവിടുന്നൊന്നും ഞാൻ ഇതാക്കൂല. ഉമ്മാൻ്റെ കൂട്ടം ആരെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഇവളോട് എന്താ പറയല്, ആ ഉമ്മാൻ്റെ വർത്തമാനം പറയണം കേട്ടോ പറയും. നമ്മളമ്മ പോയത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മരിച്ച് ഇത്രയും ദിവസം പിന്നെ ഇത്ര ആയിട്ടുള്ളൂ, അപ്പം നിങ്ങൾ വീഡിയോ ചെയ്യൽ തുടങ്ങി. ഞാൻ ചമ്മ മരിച്ച് ഒരു 40 കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഓരോ പ്രൊമോഷൻസും കാര്യം വന്നപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മളെ വരുമാനം ഇതായതുകൊണ്ട് നമുക്ക് പ്രൊമോഷൻ നമ്മള് ഇപ്പൊ വേറെ എന്തെങ്കിലും ജോലി ചെയ്യണവരാണെങ്കിൽ മരിച്ചൊരു 3-4 ദിവസം കഴിഞ്ഞ ഒരു ജോലിക്ക് ഇറങ്ങും. ഒരു സെൽഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്താണ്ടുള്ളൂ നമ്മൾ ആ സെൽഫി എടുക്കുക. അപ്പം അതേമാതിരി എന്നോട് എന്നുവെച്ചാൽ ദേഹത്തോട്ടില്ല കളിയൊന്നും വേണ്ട, കജ്ജെടുക്കാറും. ഏത് നടനെ കണ്ടാലും നമ്മൾ പോയി നോക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ, കിട്ടിയ അല്ലെങ്കിൽ ചട്ടിയാറുടെ മാതിരിയൊക്കെ നമ്മളെ അവസ്ഥ. വല്ല കാര്യമുണ്ടോ മോളെ? ഒരു കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സപ്പോർട്ട് ചെയ്താണ് പോയിട്ടുണ്ട്. അവങ്ങള് കാണണം കേട്ടോ, എന്തെങ്കിലുണ്ട്. അതെന്താ അറിയോ, ഒരു പെണ്ണ് വന്നുകാണ്ട് ഇന്നെ പീഡിപ്പിച്ചിക്കണെന്നാ പറയുമ്പോ തന്നെ വിശ്വസിച്ചാൽ നിൽക്കൊന്നും വേണ്ട. എന്താണോ തെളിവ് കാര്യങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് വേണം ഒരു മനുഷ്യനെ ഇതാക്കാന്. ജെസ്സിത്തെ കാണുമ്പം ഒരു ആക്ട്രസിന് ഓർമ്മ വരുന്നു. ചില ഭാഗത്തൊക്കെ നോക്കുമ്പോ അങ്ങനെയുണ്ട്. സ്റ്റാമിന സേവർ എന്ന് പറഞ്ഞാൽ മഴ ഒന്ന് നിർത്തി കേട്ട് മടുത്തിക്കണ്. വേറൊന്നും ചോദിച്ചാൽ നിങ്ങൾക്ക് ചില കമന്റുകൾ നമ്മളെ ഇവിടെ തട്ടണം. ഓർക്ക് പറയാ ഈ ചളി വീഡിയോ, ബോറ് വീഡിയോ ഏതാ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നമ്മളെ പെരക്കാരെ നമ്മളതോ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളതിന്. അത് മാത്രല്ല എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കളെയാണ് അല്ലേ, മക്കളെയാണ് ഈ കുട്ടിന്റെ തീരെ വരുന്ന കമന്റ് എടുക്കണം. ചരിക്കാറ വെറും 4 വയസ്സായിട്ടുള്ളൂ. ഇതിട്ടാണ് തീരൊക്കെ വരുന്ന കമന്റ് തടയുക, മാനസികമായിട്ട് തളർത്തുക. ഇവിടെ പറയണ്ട, അത് നമ്മളെ ഫേസ്ബുക്കിൽ ഉണ്ടാ വീഡിയോ. എനിക്ക് തോന്നുന്നു കോൾ റെക്കോർഡ് ഞങ്ങൾ സഹിച്ച മാതിരി ഇന്നേ വരെ ഒരു യൂട്യൂബർമാരും സഹിച്ചിട്ടുണ്ടാവില്ല. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മഴവിൽ കേരളം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ മലപ്പുറത്തിന്റെ മാണിക്കല്ലായി നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാട് ജെസ്സിയാണ് എൻ്റെ കൂടെ ഉള്ളത്. 2 പേർക്കും വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? മാളെ അങ്ങനെ പോണ്, പരമ സുഖം. ഇങ്ങനെ നാട്ടുകാരെ കുറ്റവും കേട്ട് അങ്ങനെ ജീവിച്ചിന് ഞങ്ങള് 2 പാവങ്ങള്. അല്ലാപ്പൊ എന്താണ് ആണ്. ഇതൊക്കെയാണ് വിശേഷങ്ങള്. നല്ല വർത്താനം. അങ്ങനെ വിശേഷം സുഖാണ്, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എന്താ 3 ആളുണ്ട്. മോന് വലുത്, 2 ചെറുത്, 2 മോളാണ്. ആണ്. അപ്പം കുട്ടികളെ പരിചയപ്പെടുത്താണെങ്കിൽ നമുക്ക് അവരുടെ പേരും ഓൾറെഡി എല്ലാം അറിയാം, എന്നാലും നമ്മൾ ചോദിക്കണല്ലോ ഏത് അല്ലേ? പറഞ്ഞോ. മോന് റിച്ചു എന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. റിഷാനാണ് പേര്. 10th പഠിക്കാണ്. മോള് 6th പഠിക്കാണ്. ലിനു ആണ്. ചെറുത് ഐറിൻ UKG പഠിക്കാണ്. ജഗജില്ലി ആണ്. പിന്നല്ലാതെ കുഞ്ഞാന്റെ അതേ സ്വഭാവം കിട്ടിയിരിക്കണ ഐറിക്കാണ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ ഈ ഒറിജിനൽ പേര് പറഞ്ഞപ്പോഴാണ് ഇക്കാടെ ഒറിജിനൽ പേര് അഫ്സൽ എന്നാണ് അല്ലേ? അത് എത്ര പേർക്ക് അറിയായിരിക്കും? അതൊരു ഏകദേശം ഒരു മനുഷ്യന്മാർക്കും അറിയില്ല. അറിയില്ല, ഒരാൾക്കും അറിയില്ല. ഇല്ല. കുഞ്ഞാന്നാണ് എല്ലാരും വിളിക്കുക.
എവിടെ പോണെന്നും കുഞ്ഞാനെ എന്നുള്ള വിളിച്ചാ വിളിക്കും. ആ ഒരു വിളിയിൽ തിരിഞ്ഞു നോക്കും ചെല്ലേക്ക. അത് നോക്കും. ആളുടെ ഒരു പ്രകൃതം എങ്ങനെയാ വീട്ടില്? ഇതുപോലെ തന്നെയാണ്? ഭയങ്കര ആള് എങ്ങനെയാണ് വീഡിയോയിലുള്ളത് അതേപോലെ തന്നെയാണ് വീട്ടിലുള്ളതും. നാടകത്തിന്റെ പരിപാടി നമുക്കില്ല. ഇല്ല. എല്ലാ കാര്യം മുഖത്ത് നോക്കിയാ പറയാം. എന്തില്ല അല്ല അതാരാ മൊത്തം നോക്കിട്ട് പറയാം. അതിനെന്തിനു പേടിച്ചത്? തന്നെ നമ്മ പേടിച്ചേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ സ്വഭാവം പറഞ്ഞു ആരെ മൊത്തം നോക്കിട്ട് പറയല്ലോ. ഞാൻ പിന്നെ അത്ര മുഖത്ത് നോക്കി അല്ല അങ്ങനെ എല്ലാ സ്വഭാവം ചെയ്തിട്ട് വിളിച്ചു പറയാൻ പറ്റില്ലേ? അയ്യോ നമുക്ക് ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ സംസാരിച്ചല്ലോ. നമുക്കിനി നിങ്ങളുടെ കാര്യത്തിൽ വരാണെങ്കിൽ നിങ്ങളുടെ മാരേജിനെ കുറിച്ച് സംസാരിക്കാം. ലവ് മാരേജ് ആണോ? അല്ല, പിന്നെ പ്രേമിച്ച് ലവ് മാരേജ് ചെയ്യാനൊക്കെ നല്ല പൂതിയാണ്. പക്ഷെ എന്റെ പിമ്മി ഞാൻ അയച്ചിട്ടില്ല. അവസാനം അളിയാക്ക കണ്ടെത്തിയ മാണിക്കക്കല്ലാണിത്. ഇതുവരെ കുഴപ്പമില്ല, അങ്ങനെ പോണുണ്ട്. ഇക്കാ ഇന്ന് മാണിക്കക്കല്ല് വിളിച്ചേ. മാണിക്കക്കല്ലിന്റെ പുggല് ഞാനും ഓക്കെ. നമുക്ക് ലവ് സ്റ്റോറി ആയിട്ട് ഒന്നും ഇല്ലല്ലേ, അറേഞ്ച്ഡ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റോറി കേട്ടാലോ അപ്പം അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ജെസ്സിയെ കിട്ടിയത്? ജെസ്സിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മള് ഗൾഫിലായിരുന്നു. പിന്നെ ഗൾഫിൽ നിന്ന് വന്ന് നേരെ ഒരു 22-ാം വയസ്സിലല്ലേ, 18-ാം വയസ്സിലന്ന് പോയിക്കണ്. അന്ന് നമ്മളെ ഈ മലപ്പുറത്താർക്കൊക്കെ ഒരു ഉംറടി ഉണ്ട്. കാരണം വിസ അടിച്ചൂലല്ലോ. വിസ അടിച്ചാണെങ്കിൽ 22 വയസ്സാവും. അങ്ങനെ ഉംറ അടിച്ചാണ്ട് പോയാണ്ട് അവിടെ പിന്നെ പോലീസുമാർക്കൊന്നും പിടുത്തം കൊടുക്കാതെ അവിടെ നിൽക്കും. അങ്ങനെ ഒരു 3-4 കൊല്ലം നിന്ന് വന്ന് നേരെ പിന്നെ ഗൾഫിൽ നിന്ന് വന്ന സ്ഥിതിക്ക് പിന്നെ പെണ്ണുവാണല്ലോ. അപ്പൊ പെരക്കാർ പറഞ്ഞു ഇവിടെ ഒന്നുണ്ട്. 2 ഞാൻ ആകെ പോയി നോക്കിയിട്ട് 3-ാമത്തതാണ് ഇവള്. അതിന്റെ പിന്നെ ഉമ്മാന്റെ അൻസത്തിന്റെ മാപ്പിളയാണ്. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നമുക്കൊന്ന് പോയി കാണല്ലോ. കണ്ടേക്കന്നെ ഞമ്മക്ക് പറ്റിക്കണ്. ഓൾക്ക് എന്നെ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഓൾക്ക് പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല, ഓള് കൊറേ കല്യാണത്തൊന്നും ഒഴിവാകാൻ നോക്കിയിട്ടുണ്ട്. അത് സത്യാണ്. പക്ഷെ അതെന്താന്ന് വെച്ചാല് ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കാണ്. അപ്പൊ എനിക്ക് കല്യാണേ വേണ്ടെന്നുള്ള ഒരു ഇതായിരുന്നു. അല്ലാതെ കുഞ്ഞാനെ പറ്റിയിട്ടില്ല എന്നുള്ളതല്ല. എന്തായിക്ക 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. പക്ഷെ നമ്മള് കിട്ടുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് ഈ 10ാം ക്ലാസ് ആ ഒരു ലെവലില് അല്ലെങ്കിൽ ഞങ്ങളെ മലപ്പുറം ജില്ല അങ്ങനെയാണ്. അങ്ങനെ അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പൊ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ 20 വയസ്സായാലും പെൺകുട്ടികളെ കെട്ടിച്ച് അങ്ങനെ കൊടുക്കുന്നില്ല. 24 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാല് പെൺകുട്ടികൾ ഇതേപോലെ പഠിച്ചു തന്നെയാണ്. പിന്നെ ഇപ്പത്തെ ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടണമെന്നല്ലോ. പഴയ കാലത്ത് ആ ഗൾഫാരനെ എന്നാ ഭാവേ നമ്മക്കിട്ട് അവിടെ ഒരു കുട്ടി അറിയാണ്ട് ഇതാവും കല്യാണം കഴിച്ചൂലേ. ഇപ്പൊ പെണ്ണ് കിട്ടാല്ല. അപ്പൊ നമ്മളെ തന്നെ എത്രങ്ങാനും ആൾക്കാര് എത്രങ്ങാനും ചെറുക്കന്മാരുണ്ട്. നല്ല ജോലിയും കാര്യങ്ങളുള്ള ചെറുക്കന്മാർക്കൊന്നും പെണ്ണ് കിട്ടാല്ല. പണ്ട് അങ്ങനല്ല. പണ്ട് പറഞ്ഞാല് പിന്നെ 10ാം ക്ലാസ് ചില ഇപ്പൊ ഇഞ്ചപ്പാന്റെ ഒക്കെ കാലത്ത് ഇഞ്ചപ്പ പറയണേ കേട്ടോ, പെണ്ണ് കിട്ടുന്ന കാലത്ത് പിന്നെ 10ാം ക്ലാസ് ആയ പിന്നെ നോക്കണ്ട. അന്ന് 8 9 കിട്ടിയത്. ആ പ്രായം കഴിഞ്ഞപ്പോൾ നോക്കുക അറിയും. പക്ഷെ ഇപ്പൊ പറഞ്ഞ മൂന്ന കുട്ടിക്ക് കിട്ടും. ഇപ്പൊ അങ്ങനത്തെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ അടി കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഒരു ലക്ക് തന്നെയാണ് സത്യമായിട്ട്. നമ്മളെല്ലാ വിജയത്തിലും നമ്മളെ എല്ലാത്തിനും. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ എന്നേ വന്നത് ഇപ്പൊ അടുത്തല്ലേ ഓള് വന്നത്. ഒരു 4 കൊല്ലമായിട്ടുള്ള ഓള് വന്നിട്ട്. അതിന്റെ മുന്നേ തന്നെ ടിക്ടോക്കില് നമ്മള് പിന്നെ വീഡിയോ കാര്യങ്ങളും ചെയ്യാൻ അന്നൊന്നും ഓള് വന്നിട്ടില്ല. ഓൾക്ക് ഇല്ല കാര്യം പറയാ. ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. ക്യാമറയിൽ നിൽക്കൂല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ്ട്. ഇപ്പൊ ജെസ്സിയാണ് ക്യാമറന്റെ മുന്നിൽ ഫസ്റ്റ്ക്ക് വരുന്നത് പറഞ്ഞാണ്ട്. അന്ന് ഓൾക്ക് നിൽക്കാൻ താല്പര്യമില്ല. പക്ഷെ പിന്നീട് നമ്മളിപ്പോ നിന്ന് പിന്നെ വീഡിയോയില് പിന്നെ ഫാമിലി വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. എന്താ ഈ ഫാമിലി അതായത് വ്ലോഗിന്റെ മുന്നിലേക്ക് വരാൻ ഒരു മടി കാണിച്ചത്? ആദ്യം എനിക്ക് ഭയങ്കര ചമ്മൽ തന്നെയായിരുന്നു. ചമ്മൽ എനിക്ക് ഇപ്പോഴും നമ്മളെ ക്യാമറയുടെ മുന്നിലല്ലാതെ വേറെ ഏത് ക്യാമറ മുന്നിൽ ഇപ്പോഴും ചമ്മൽ തന്നെയാണ്. അത് നമ്മളോടൊന്ന് പറഞ്ഞു. അത് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര അല്ല ഒരു പക്ഷെ സെറ്റായി വരും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പിടിച്ചിരിക്കാം കേട്ടോ. അത് ആദ്യം ഈ ക്യാമറയുടെ മുന്നിൽ വരാനേ സമ്മതിക്കാത്തതാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം വരാത്തതാണോ? ഞാൻ സമ്മതിച്ചാത്ത കേടൊന്നുമില്ല. എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു ഈ കമന്റുകളൊക്കെ കാണുമ്പോ. ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കമന്റ് കണ്ടാൽ ഞാൻ ഡൗൺ ആവും. പക്ഷെ കുഞ്ഞാന്റെ ക്യാരക്ടർ പറഞ്ഞാൽ എന്താ അതിനെന്താ പോലും പറഞ്ഞോട്ടെ
കമന്റിലൂടെ അല്ലേ പറയണ, നേരിട്ട് പറയണില്ലല്ലോ. പറയില്ല, നേരിട്ട് ഇതുവരെ ഇന്നേ വരെ ഒരൊറ്റ മനസ്സ് നേരിട്ട് കണ്ട് വന്നാണ്ട് ഇജ്ജ് അങ്ങനത്തോനല്ലേ ഇങ്ങനത്തോനല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏതാളും ഞങ്ങൾ എവിടെ പോയാലും ഫോട്ടോ എടുക്കാനും കുഞ്ഞാക്കാരൻ വണ്ടി വന്നുകൊണ്ട് നമ്മളെത്തിക്ക് വരും. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു തമാശ, ഇജ്ജ് തെറി കമന്റ് ഇട്ട ആളല്ലേ അറിയും, ഇടലൊക്കെ ഉണ്ട് അറിയും, എന്നൊക്കെ വല്ല ഇടണം, അതാണ് ഇജ്ജ വിജയം പറയും ചിലവരോടിയാണ്. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ തന്നെ വന്ന് സെൽഫി എടുക്കും ഭയങ്കര ഇഷ്ടം പോലെ ആൾക്കാര് നെഗറ്റീവ് പറയണവരാണ് നമ്മളെടുത്തേക്ക് വരുന്നത്. പിന്നെ പറഞ്ഞാൽ ചില കമന്റുകൾ നമ്മളെ ഇവിടെ തട്ടണം, ഇവിടെ തട്ടും. അത് ഇല്ലാത്ത കാര്യം നമ്മൾ പറയില്ല. അല്ലാതെ ഓർക്ക് പറയാം ഈ ചളി വീഡിയോ ബോറ് വീഡിയോ ഏതാച്ചാ അങ്ങോട്ടും ഇങ്ങോട്ട്. പക്ഷെ നമ്മളെ പെരക്കാരെ നമ്മളതോ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളതിന് പോയിട്ടുണ്ട്, തിരിച്ചു പറയും. അത് പറഞ്ഞിട്ടുണ്ട്. കാരണം കമന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ലൈസൻസ് ഒന്നുമില്ല. ഒരുത്തൻ പെട്ടില്ല, ഒരുത്തന്നെ 2-3 ആൾക്കാർ പെട്ടിക്കണം, നമ്മളെന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞപ്പോഴാണ് ഇക്ക അത് കേസിലേക്ക് പോകാന്നുള്ളത്? കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാള് കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓളെ പറഞ്ഞിട്ടാണ് ഇന്ന പറയുന്നത്, ഞാൻ കേസ് കൊടുക്കല്ല. ഇവിടെ പറയണ്ട, അത് നമ്മളെ ഫേസ്ബുക്കിൽ ഉണ്ടാ വീഡിയോ, വേണ്ടാത്ത അനാവശ്യം തെറിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നു, ആ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആ ഒരു ഇഷ്യൂലാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും വേണ്ട, ഇഞ്ച അയറിയാണ് ഓള് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണം, അതിനെ കുറിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഉണ്ട്. ഈ കുട്ടിന്റെ ഇതിൽ വരുന്ന കമന്റ് എടുക്കണം. ഇഞ്ച അയറിക്കാരുടെ വെറും 4 വയസ്സായിട്ടുള്ളൂ. പിന്നെ ഇഞ്ച രണ്ടാമത്തെ മോള്, ഓളെ വയസ്സ് പറഞ്ഞാൽ 12 വയസ്സായിട്ടുള്ളൂ. ഇതിട്ടാണ് ഇതിലൊക്കെ വരുന്ന കമന്റ് തടയും. ഇപ്പൊ മാനസികമായിട്ടാണ് തളർത്തുക, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ കമന്റ് ഓഫ് ആക്കലില്ല. പക്ഷെ ഞാൻ കുട്ടികളെ വീഡിയോയിൽ വരുന്ന നെഗറ്റീവ് കമന്റ് ചില ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഞാനും മോളും വീഡിയോ ഞാൻ കൊളാബ് ചെയ്താണ്ട് ഞാടുമ്പോ, കാരണം 2 മില്യൺ 3 മില്യന്റെ ഒരു 4 വീഡിയോ ഞാൻ കമന്റ് ബോക്സ് മാത്രം ഓഫ് ആക്കിയിരുന്നു. 12 വയസ്സായ കുട്ടിയാണേ ഈ കുട്ടി. അപ്പൊ ആൾക്കാർ ഇജെന്തിനാ കുട്ടീനെ അറക്കാൻ നിന്നിട്ടല്ലേ അറിയും. എന്താണ് എത്ര കുട്ടികൾ സോഷ്യൽ മീഡിയയിലും ഇതിലും ഉണ്ട്. ഒരു പാട്ട് പാടുന്നത്, ഓരോരോ കഴിവ് തെളിയിച്ചിന് ഇതാക്കണ് വീഡിയോ ആണ്. അല്ലാതെ നമ്മളെ മാതിരി തൊള്ള പറഞ്ഞാണ്ടല്ലോ നിൽക്കണ്. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ വീഡിയോ കാണാൻ എന്ത് രസമാണ്. അത് ഈ പിന്നെ പറയണ ഈ അന്തല്ലല്ലോ ദിറ്റാക്ക്. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കളെയാണ് അല്ലെ, മക്കളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡാൻസ് കളിച്ചതിനും പാട്ട് പാടിയതിനും എനിക്ക് തോന്നുന്നു ഒരു കമന്റ് ഒരു വ്ളോഗിലൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 3 പേരും അല്ലെ, ജെസ്സിയുടെ കുട്ടികൾ ലിനു, റിച്ചും ഐറി ഞങ്ങളെ കുട്ടിയാണ്. ഞങ്ങളെ പിന്നെ രണ്ടാമത്തെ പെണ്ണ് ലിനു ഞങ്ങളെ കുട്ടിയല്ല എന്ന് പറഞ്ഞു. എത്ര വിഷമം ഉണ്ടാവും ഞങ്ങൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മളെ കുട്ടിയാണെന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ലേ, അത് നാട്ടുകാരുണ്ട് ഇത് കുട്ടിയല്ല എന്ന് പറയാണ്ട് ഇതിനെ മെയിൻ ചെയ്യണില്ല, എന്താക്കണില്ല. പിന്നെ ലിനുവിന് കൂടുതൽ ഈ വീഡിയോ കാര്യങ്ങളിലൊന്നും വല്ലാതെ ഒരു താല്പര്യമല്ല. ഓള് പറയും ഞാൻ നടക്കണ വീഡിയോ അതിലൊരു പാട്ടിട്ടാൽ മതി, അങ്ങനത്തെ വീഡിയോകൾ ഓള് ചെയ്യണത്. ഒക്കെ പൊതുവെ എന്റെ പോലെ ആദ്യം ഞാൻ എങ്ങനെയാ അതേപോലെ തന്നെയാണ് ഓള്. ക്യാമറന്റെ മുന്നിൽ വല്ലാതൊരു ഇഷ്ടമല്ല, ക്യാമറയുടെ മുന്നിൽ നല്ല ആള് പൊതുവെ സൈലന്റ് ആണ്. ലിനു സൈലന്റ് ആണ്. റിച്ചുവിന്റെ ഐറിന്റെ പോലെയൊന്നല്ല. അയറി ഇപ്പൊ നിങ്ങള് ക്യാമറ ഓണാക്കി നോക്കാണ്, ഓൾ ഡാൻസ് വെച്ചു. അത്തരം ഇതാണ് അയറിന്റെ ഒരുപാട് വീഡിയോ മില്യൺ കണക്കിന് പോയതൊക്കെ ഉണ്ട്. 5 മില്യൺ 2 മില്യൺ. പക്ഷെ ലിനു സൈലന്റ് ആണെങ്കിലും ആള് സ്മാർട്ടാണ്. സ്കൂളിലൊക്കെ ഓള് സ്മാർട്ടാണ്. ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും നെഗറ്റീവ് വരുന്നത് മക്കളെ കുറിച്ച്? എന്ത് ഒരു മാതാപിതാക്കളും സഹിക്കില്ല സ്വന്തം മക്കളോട് ഇത്രയും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരാൾ പോലും അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഞങ്ങൾ സഹിച്ച മാതിരി ഇന്നേ വരെ ഒരു യൂട്യൂബർമാരും സഹിച്ചിട്ടുണ്ടാവില്ല. അത്രയും നെന്നത്ത് കൊണ്ടുകൊണ്ട് ഞങ്ങളെ ട്രോളിയിട്ടുണ്ട്. ഞങ്ങളെ കാരണം വെറുതെ ഞങ്ങളെ യൂട്യൂബിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ട്രോളൊന്നും നിർത്താൻ മതി. ഒരു ദിവസം ഒരാളെങ്കിലും ഇഞ്ച പേര് പറഞ്ഞ് വീഡിയോ ഇടാത്തില്ല. അത് ഈ ടിക്ടോക്ക് ഉണ്ടല്ലോ, ടിക്ടോക്കിലൊക്കെ കണ്ടമാനം ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്, റീച്ചിനും വേണ്ടി കണ്ട്. നമ്മളൊപ്പം വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കമ്പനി ചായയും കുടിച്ച് പോകണം, അപ്പുറത്ത് പോയാണ്ട് ലാസ്റ്റ് ഞമ്മക്ക് എന്താ കാട്ടണ്, നമ്മളെ പേരും പറഞ്ഞ വീഡിയോ ഇടാണ്. അത് നല്ലതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചണം എന്താണത്, ഇതൊന്നും അറിയാതെ ഒറ്റയടിക്കാണ്ട് വീഡിയോ ഇടുക. ഈ ട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ സ്റ്റാമിന സേവർ എന്ന് പറഞ്ഞാൽ മഴ ഒന്ന് നിർത്തി കേട്ട് മടുത്തിക്കണ്. വേറൊന്നും ചോദിച്ചാലേ നിങ്ങൾക്ക്, അല്ല തമാസല്ലേ, വേറൊന്നും ചോദിച്ചാലേ അതൊന്നും നിർത്തിയാണ്. അല്ലെ കേട്ട് മടുത്തൊരു സംഭവമാണ്. അതെന്താന്നറിയോ, അത് ഒരുപാട് ട്രോളല്ലേ. അപ്പൊ ഈ ട്രോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മേറി കേറിയതല്ലേ? ഏറിലൊക്കെ നല്ലോ കയറിക്കണം. പക്ഷെ അത് പിന്നെ അത്രയും ആൾക്കാർ കുറച്ച് വീഡിയോ ഇട്ടിക്കണം അതിനെ കുറിച്ചുണ്ട് അല്ലേ.
വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലേ വീഡിയോ ആണ്. ഇപ്പൊ മെഡിക്കൽ ഷോപ്പ് പോയി കഴിഞ്ഞാല് പിന്നെ ഈ എന്താ പൈനങ്ങനെ നമ്മൾ പറയാം, മെഡിക്കൽ ഷോപ്പ് പോയ വയാഗ്ര പറഞ്ഞ ഗുളിക ഉണ്ട്, പഴയ കാലത്ത് മുസ്ലിം പവർ പറഞ്ഞതുണ്ട്, മരുന്നുണ്ട്, ഇതിനൊക്കെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ചെയ്ത്. അപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നെഗറ്റീവ് ആദ്യം തന്നെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് കുഞ്ഞാന്റെ സ്ലാങ് അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഒച്ചയും പുളിയാണ് കച്ചറയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയണ അങ്ങനത്തെ ഒരു നമ്മളിങ്ങനെ എന്താ കാട്ടണ. ഇപ്പൊ ഞാൻ വേറെ വർത്തമാനത്തിൽ പറയാൻ പറ്റും, എന്നെ കൊണ്ട് കച്ചൂല അത്, അന്നെ കൊണ്ട് കച്ചോ. സംസാരിക്കണം. നമ്മള് ഇതേവരെ ഒരു ചെറിയൊരു ദുമ്പാടെ എന്റെ മനസ്സിലില്ല. ഇല്ല കാര്യം ഞാൻ അപ്പൊക്ക് പറയും, അത് കജ്ജും. ആണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നം വന്നത്. ഞങ്ങള് ആദ്യം നെഗറ്റീവില് ആണല്ലോ. ആണ് അതിന്റെ അടിയിലല്ല പിന്നെ ദുമ്പാടം കണ്ട് വരുന്നത്. പിന്നെ കടലിൽ ചാടിയ മാരി പൊള്ളത്തിനൊക്കെ ചാടിയ മാരിയ അവസ്ഥ. അങ്ങനത്തെ എനിക്കൊന്ന് ഇക്കാടെ ഒരു ട്രോൾ എന്ന് വെച്ചാല് അത് കുടിക്കില്ല എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. വേറൊരാൾ ഇത് കുടിക്കാൻ പോയപ്പോഴത്തേക്കും അത് കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ശരിക്കും അതൊരു സത്യം പറഞ്ഞാൽ നമ്മളത് കണ്ട് ചിരിക്കാന്ന് അതൊക്കെ നമ്മള് ഭയങ്കര രസമാണ്. അങ്ങനത്തെ ട്രോളുകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തളർത്തിയ ഒരു കാര്യമാണ് ഉമ്മയുടെ മരണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് ശരിക്കും? അത് ഞങ്ങക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. പ്രതീക്ഷിക്കാത്ത പറഞ്ഞാല് നമുക്ക് എന്താ ശരിക്കും പറ്റിയിരുന്നത്? സൈലന്റ് അറ്റാക്ക് ആണ്. കാരണം ഒരുപാട് കൊല്ലം ഷുഗർ പേഷ്യന്റ് ആണ്. അത്രയും പിന്നെ 500, 350 ഒക്കെയാണ് ഉമ്മാക്ക് ഷുഗർ ഉണ്ടായിരുന്നത്. ഇൻസുലിൻ വെക്കും, മരുന്ന് കുടിച്ചും, നല്ല ക്ഷീണം കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകലുണ്ട്. പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ല, വളരെ ആക്റ്റീവാണ്. ഇപ്പം എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് വീഡിയോയിൽ ചെമ്മുണ്ട്, യൂട്യൂബിൽ കണ്ടമാനം വീഡിയോയിൽ ഉണ്ടായിരുന്നു. കാരണം ഇമ്മ മരിച്ചപ്പോൾ ഇമ്മാനെ കാണാൻ വേണ്ടിയാണ്ട് തിരുവനന്തപുരം, കണ്ണൂർ ഭാഗത്തുനിന്ന് ഒക്കെ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസമായിരുന്നു ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. നമ്മളറിയാത്ത ആൾക്കാരാണ് നമ്മളെ വീട്ടിലേക്ക് വന്നിരുന്നത് അല്ലേ? എത്രങ്ങാനും ആൾക്കാർ നമ്മളെ വരേക്ക് വന്ന്, നമ്മളറിയാത്ത ആൾക്കാര്, നമ്മളെ വീഡിയോ കണ്ടിട്ട് ഉമ്മാനെ അറിയുന്ന ആൾക്കാരുണ്ടാവൂലേ, ഓരോരുത്തർ വന്ന് ഇവിടെ ഉമ്മാനെ കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയും സങ്കടപ്പെട്ടാണ്. കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാടങ്ങാടിയിൽ ഉമ്മാനെ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. എല്ലാവരോടും ഇന്നത്തെ അമ്മാനെ വർത്താനം, ഇന്നത്തെ കുരിപ്പേ, അങ്ങനെയാണ് ഉമ്മാക്കും ഇച്ചും അതേപോലെ ഇപ്പാക്കും മാത്രമുള്ള ഈ തൊള്ളല്ലേ. വേറെ ഞങ്ങളെ കുടുംബത്തിലൊരാൾക്കും ഇതില്ല. ഇപ്പി ഇങ്ങനെയാണ്, ഇമ്മി ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെയാണ്. രണ്ട് അൻസന്മാരുണ്ട്, ഓരൊക്കെ സൈലന്റ് ആണ്. സൈലന്റ് ആണോ വയലന്റ് തന്നെയാണ്, പക്ഷെ തൊള്ളന്റെ കാര്യത്തില് സൈലന്റ് അല്ല. പക്ഷെ കുഞ്ഞാന്റെ പോലെ ഇങ്ങോട്ട് സംസാരിക്കൂല, ഇതാവൂല. പിന്നെ ഒരു പെങ്ങളുണ്ട്, ഉമ്മാന്റെ പറഞ്ഞാൽ അങ്ങനെ അത് നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഇതാണ്. അതിപ്പം എക്സാമ്പിൾ പറയാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ ഏറ്റവും എന്റെ ലൈഫിൽ ഏറ്റവും ബോറാണെങ്കിൽ നമ്മളെ പെരിയില് നമ്മളമ്മമാരില്ലെങ്കില് നമ്മളിപ്പോ വണ്ടി വന്നാണ്ട് ഇപ്പൊ നമ്മൾ എവിടേക്കും പോവാണെന്നുണ്ടെങ്കിൽ എടാ അജ്ജ എവിടെയാണ് എന്താ പെരയ്ക്ക് വരാത്തതെന്ന് ചോദിച്ചാല് നമ്മളമ്മ വേണം. ഇമ്മല്ലെങ്കിൽ ഒരാളും നമ്മളോട് ചോദിച്ചാല. ഇനിയിപ്പോൾ ഇവളാണെങ്കിൽ പറയും മനസ്സാ നിങ്ങളെ എവിടെയാണ് ചോദിച്ചു, വരുന്നില്ല ചോദിച്ചു. പക്ഷെ ഉമ്മ അങ്ങനെയല്ല അറിയാം. ഇവള് പറയണ മാരിലേക്കാരം ഉമ്മ പറയാം. ഉമ്മ പറയും നോക്കാം അമ്മാൻ്റെ കുട്ടി വണ്ടിയേറ്റേ വല്ല പോണം കേട്ടോ, ശ്രദ്ധിച്ചണം കേട്ടോ, വല്ല കച്ചറിയിലോ ഇതിലൊന്നും ഉമ്മാൻ്റെ കുട്ടി പോവല്ലോ. ഈ ഒരു വാക്കും ഉമ്മാൻ്റെ ഉണ്ടാവും. അതേമാതിരി എൻ്റെ ഉമ്മാൻ്റെ ഒരുപാട് റെക്കോർഡുകളുണ്ട് ഇതിൽ. ഞാനങ്ങനെ ഇടക്ക് കേൾക്കും. ഇടക്ക് കേട്ടുകൊണ്ട് ഭയങ്കര ഇതാണ്. കാരണം അന്നെ ഒരുപാട് ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. ആ റെക്കോർഡ് ഞങ്ങൾക്ക് കേൾപ്പിച്ചരാം. ഞാനേ പനി ഭേദായോ, എന്താ വർത്താനം, സുഖം ഉണ്ടോ, അതാർക്കുണ്ട് പനി പെട്ടെന്ന് മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിറന്ന് ഹൈറായ കാണിച്ചു തരട്ടെ. എൻ്റെ കുട്ടിന്റെ പനി എത്രയും പെട്ടെന്ന് അള്ളാഹു എനിക്ക് ശരിയാക്കി കൊടുക്കട്ടെ. അള്ളാഹ് ശരീരവേദനക്ക് ശിഫ കൊടുക്കണേ നാഥ. അള്ളാഹുവേ റബ്ബേ ഹൈറ് കൊടുക്കണേ. അള്ളാ രോഗങ്ങളെ തൊട്ട് കാക്കണേ. പനി എത്രയും പെട്ടെന്ന് ശരിയാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭേദമുണ്ടോ? അതിനുശേഷം ഞാൻ വിട്ട റെക്കോർഡ് പിന്നെ ഇതിനുള്ളൂ. അതിനുശേഷം അല്ലാതെ ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് വന്നിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കടന്ന ഒരു രംഗാണ്. ഞങ്ങൾ പിന്നെ കോളായി ചെയ്യല്. ഇതാണ് അവസാനം ഉമ്മ അയച്ച് വിട്ട റെക്കോർഡ് ഞങ്ങളെ ശരിക്കും അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നതോറും ഒരുപാട് റെക്കോർഡ് ഉണ്ട് ഉമ്മാന്റെ. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത്
പിന്നെ ഞാൻ ഇവിടുന്ന് ഒന്നും ഞാൻ അതാക്കൂല. ഉമ്മാന്റെ കൂട്ടം ആരെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഇവളോട് എന്താ പറയല്, ആ ഉമ്മാന്റെ വർത്തമാനം പറയണം കേട്ടോ പറയും. അത് കേൾക്കാച്ച താല്പര്യമില്ല അറിയും. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അടങ്ങാറാണ്. നേരെ മറിച്ച് ഞാൻ ഒറ്റക്ക് പോണ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വീഡിയോ ഇട്ട് ഉമ്മാന്റെ റെക്കോർഡുകളും കേട്ട് ഉമ്മാന്റെ വീഡിയോസും കണ്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്യണം. ഒറ്റക്ക് ഞാൻ ഇപ്പോൾ എറണാകുളത്ത് പോകാം, ഒറ്റക്കാക്കാരം പോവാം, ചിലപ്പോൾ വയനാട് ഒറ്റക്കാക്കാരം പോവാം. അങ്ങനെയുള്ള ടൈമിൽ റൂമൊക്കെ എടുക്കുമ്പോൾ ഉമ്മാന്റെ വീഡിയോസും കാര്യങ്ങളും കണ്ട് അങ്ങനെ ഇതാവും. അത് നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. ഉമ്മാന്റെ നമുക്കെല്ലാം ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് ഉള്ളത്, പക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ട് കരഞ്ഞിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ടാവില്ല. ഞങ്ങളതിനാണ് എപ്പോഴും കാണുന്നോണ്ട് വല്ലാതെ അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഉമ്മ പോയത് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉമ്മ മരിച്ച് കുറച്ച് കഴിഞ്ഞേക്കന്നെ ഞങ്ങൾക്ക് ഏറ്റവും വന്നൊരു ഇതാണ്, ഉമ്മ മരിച്ച് ഇത്രയും ദിവസം പിന്നെ എത്ര ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ ചെയ്യൽ തുടങ്ങി. ഞാൻ ഉമ്മ മരിച്ച് ഒരു 20 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ഇടുന്നത്. വീഡിയോ ഉണ്ട്. കാരണം നമ്മളമ്മ അങ്ങനെ മരിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ട്. പിന്നെ പറഞ്ഞാൽ നമുക്ക് പിന്നെ 40 കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ പ്രൊമോഷൻസും കാര്യം വന്നപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. 40 കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോക്കും നമ്മളെ ജോലി നമ്മളെ വരുമാനം ഇതായതുകൊണ്ട് നമുക്ക് പ്രൊമോഷൻ നമ്മള് ഇപ്പൊ വേറെ എന്തെങ്കിലും ജോലി ചെയ്യണോലാണെങ്കിൽ മരിച്ചൊരു 3-4 ദിവസം കഴിഞ്ഞ ഒരു ജോലിക്ക് ഇറങ്ങും അല്ലേ. അപ്പൊ നമുക്ക് നമ്മളൊരു പരിപാടി തരും. ഞാൻ 20 ദിവസം വീഡിയോസൊക്കെ പിന്നെ 40-ാം ദിവസമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 40 കഴിഞ്ഞിട്ടാണ് പിന്നെ പാലക്കാടത്തെ ഇതാണ് പ്രൊമോഷൻ ഫസ്റ്റ് നമുക്ക് കിട്ടിയത്. ഇപ്പം ഇക്ക ഇതല്ലാണ്ട് വേറെ എന്താണ് ചെയ്യുന്നത്? ഒരു ജോലിയില്ല. മാത്രമാണ് അങ്ങനത്തെ കാര്യങ്ങളും ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ വിസ എപ്പോഴും ഉണ്ട്. സൗദി അറേബ്യയിൽ വിസ ഉണ്ട്. നല്ലൊരു ഗഫീലായതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എനിക്ക് പോവാം. വിസ എപ്പോഴും എനിക്ക് അവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇടക്കിടക്ക് പോയി കണ്ട് വരലുണ്ട്. അവിടെ ആക്ച്വലി അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? അവിടെ നിൽക്കാന്ന് പറഞ്ഞാല് പിന്നെ എന്തായാലും അങ്ങോട്ട് ഞാൻ പോവും. അപ്പൊ ഇനി ഒരു വർഷം കഴിഞ്ഞാല് ഇനി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. കുറച്ച് ഒന്ന് സുഖമില്ലാതെ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ഞാന് ഇവിടെ കയറിക്കാണ്, ഉച്ചക്ക് കിടക്കാണ്. അതിൽ പറഞ്ഞു പിന്നെ ഉറങ്ങണ നേരത്തെ ഞാൻ ഉച്ചയായാലും 4 മണിക്ക് കിടക്കും. പിന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, ഇമ്മൂന് സുഖമല്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇപ്പൊ പറഞ്ഞു ഇമ്മൂന്ന ഞങ്ങൾ വിളിച്ചത്, എടി കുഞ്ഞാ കിടക്കുകയാണ് തോന്നുന്നു, ഓനെ വിളിച്ചത്. അപ്പൊ ഇപ്പാനോട് ഇറക്കണം, ഓൻ എന്തിനാ പിന്നെ അത്രയും വലിയൊരു വണ്ടിയൊക്കെ വാങ്ങിക്കണം, ആ വണ്ടിയിൽ ചിലക്കാതെ ഓനോട് ഇനി ആശുപത്രി കൊണ്ടുപോകാൻ പറയുവാണ്. അപ്പൊ ഞാൻ ഓർക്കണം, ഞാൻ അറിയിട്ടില്ല. ഞാൻ വന്നേക്കാൻ ഉമ്മാനെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ കൊടുന്ന് ഒരു കുഴപ്പം എന്താ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ക്ലിയറായി ഇവിടെ കൊടുന്ന് പിന്നെ ഞാൻ 5 മിനിറ്റ് ഇവിടെ കടന്നതാണ്. സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. സിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോഴാണ് മുന് തീരെയും സുഖമല്ല എന്ന് പറഞ്ഞത്. അതിലും പിന്നെ ഇവളെ വിളിച്ചുമ്മ അവസാനം വിളിച്ചത് ഇവളെയാണ്. വെള്ളം കൊടുത്ത് എന്റെ അമ്മക്ക് വിസ്മയും പറഞ്ഞ വെള്ളം കൊടുത്തതും ഇവളാണ്. ആ ഭാഗ്യം അവൾക്ക് കിട്ടിയിരിക്കണം. എന്റെ അനിയനും ഉണ്ടായിരുന്നു. ഞാൻ അപ്പത്തിനും വണ്ടി തിരിച്ചാണ്. വണ്ടി തിരിച്ചാണ്ട് ഓരോ കയറ്റാൻ വേണ്ടി കണ്ട് അങ്ങനെ മരം വണ്ടി പിടിച്ച് പിന്നെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ തന്നെ ഇതാണ്ട് പറഞ്ഞേക്ക് ഞങ്ങളാകെ അങ്ങോട്ട് അല്ല മരണം ഇവിടുന്ന് തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. ഞാനൊരു ഫസ്റ്റ് ടൈമാണ് മരണം നമ്മളെ കയ്യിൽ നിന്ന് പറയില്ലേ, അത് എന്റെ ഇതിൽ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് അറിയില്ല അത് എന്ത് മരിക്കുകയാണെന്നുള്ളത് അറിയില്ല. പക്ഷെ അൻസം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. ഇവിടെ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ഓൻ വർക്ക് ചെയ്യണത്. ഓൻ പറഞ്ഞു ആ കഴിഞ്ഞിട്ട് ടോർ എന്താ പറയണേ കൈ ചോദിച്ചു. ഇതൊന്നും മുട്ടുന്ന അവിടെ പറഞ്ഞു. നമുക്ക് പ്രഷർ ഇളകി മൂന്നങ്ങട്ട് വണ്ടിക്ക് വെച്ചായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ ആംബുലൻസിൽ പോയപ്പോഴും ഇവരൊക്കെ കരയാണ്. ഞാൻ മുന്നിലാണ് ആംബുലൻസിൽ ഇരിക്കുന്നത്. കാരണം എനിക്ക് സമ്മതം തെറ്റിയിരിക്കുന്നത്. മൗലാനി കൊണ്ടുപോയപ്പോഴത്തേന് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ല ഇവിടുന്ന് തന്നെ പറഞ്ഞു. നമുക്കറിയില്ലത് നമ്മൾ എവിടെ ഇത് കൊണ്ടുപോ എന്നാലും അമ്മാക്ക് ചികിത്സിക്കാത്ത പിന്നെ എന്തിനും പേടിയാണ് ചമ്മാക്ക്. കാരണം അത്രയും പേടിയാണ്. ഒരു ചെറിയ അസുഖം വന്നാൽ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. ചെറിയ അസുഖം വന്നാൽ മതി ഞാൻ മരിച്ചു അല്ലേ, അങ്ങനെ പെരും പേടിയാണ് ഉമ്മാക്ക്. അത് ഞമ്മക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു
അവസ്ഥയാണ്. അപ്പം അപ്പൊ അങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫും തമ്മിൽ എന്താണ് ഡിഫറൻസ്? അത് നമ്മളത് തന്നെയാണ്. ആണ്. ഞമ്മക്ക് പറഞ്ഞാല് പിന്നെ ഇതാക്കിയാണ്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മള് എങ്ങനെയാണോ ഉള്ളത് അതേമാതിരി തന്നെ. കുറച്ച് പ്രഷർ ഉണ്ട്. പ്രഷർ കുറച്ച് കൂടുതലാണ്. ആണ്. പ്രഷർ ഉണ്ട്. പ്രഷറൊക്കെ അളകിയാണ്ടല്ലോ. ഞാൻ നല്ല പ്രഷർ ഉണ്ട്. ഇവിടെ ഞാൻ നല്ലോണം ചിലപ്പോ പിന്നെ ചൂടാവൊക്കെ ചെയ്യും. ഇവിടെ ചൂടായി കഴിഞ്ഞാൽ ഇവിടെ കരയും. ഇവിടെ കരഞ്ഞ് പെട്ടെന്ന് കരയും. പെട്ടെന്ന് പറഞ്ഞാൽ എന്താ കട്ടടി ചോദിച്ചാൽ മതി, അപ്പൊ കരയും. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ണും ഇതൊക്കെ ചോന്ന് പിന്നെ 2 ദിവസം അവിടെ കിടക്കും. അത്രയ്ക്ക് വിഷമല്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ ആർക്കാണെങ്കിലും പിന്നെ ഞാൻ തന്നെ നീച്ചടിയേ അതാണ്ട് ഓളില്ല, ഓള് ഒരിക്കലും ചെതുക്കില്ല. തെറ്റിക്കഴിഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവേ. അല്ല, എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ? ഇല്ല അങ്ങനെയൊന്നുമില്ല, അത്ര ദിവസം ഒന്നും ഇരിക്കില്ല. അത് എന്ന് വെച്ചാല് ഇത്രയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഭാര്യയുടെ അങ്ങനെ വഴക്ക് പറഞ്ഞ ആർക്കാണെങ്കിലും സങ്കടം വരില്ലേക്കാ? എന്താണ് ചില നേരത്തിലുള്ള ഇതാക്കാനേ പിരാന്താണത്. അത് ചിലപ്പോ കുട്ടികളോടും ചൂടാവും. എനിക്ക് കുട്ടികളോട് ചൂടാവുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കുട്ടികളോട് സങ്കടം വരും എനിക്ക്. ഐറി എന്ന പറഞ്ഞാ കേൾക്കൂല. അപകടകാരിയാണ്. എന്താണോ അപകടം അത് ഓള് ഉണ്ടാക്കും. അപ്പൊ അടങ്ങിക്കറിഞ്ഞാല് അടങ്ങിക്കൂല. എന്താട്ടാ അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഓളത്. പറയട്ടെ, ജെസ്സിത്തെ കാണുമ്പം നമ്മളൊരു ആക്ട്രസിന് ഓർമ്മ വരുന്നത് ആരാന്നൊന്ന് ഗസ് ചെയ്യാവോ? ഈ കണ്ടോണ്ടിരിക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്ക് സൗന്ദര്യ ഒരു ഫേസ്, നമ്മൾ കിളിച്ചുണ്ടമ്പഴത്തിലെ സൗന്ദര്യം അവിടെ കിടക്കണേ, ഇവിടെ അവിടെ കിടക്കണേ. ഇല്ല, അങ്ങനെ ഉണ്ട്. ഫേസിൽ നല്ല മാച്ച് ഉണ്ട്. നിങ്ങളെപ്പോ ആൾക്കാര് ഇല്ല, എന്തിനാ ട്രോളുന്നേ? നമ്മളൊരാളെ പോലെ ചോദിക്കും. ഇല്ല, എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്. കമന്റ് വന്ന് ഏറ്റവും കൂടുതൽ കമന്റ് നമ്മളെ എന്താണ് അനുസിത്താരെ ചേരുണ്ട് ലച്ചു തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ അങ്ങോട്ട് മാച്ചായിട്ട് തോന്നിയിട്ടുള്ള സൗന്ദര്യനെ പറഞ്ഞിരുന്നു എന്നോട്. പിന്നെ റീല് ചെയ്യാന് കിളിച്ചുണ്ടമ്പാമ്പഴത്തെ ആ പാട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. റിക്വസ്റ്റ് വീഡിയോ ആയിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ജെസ്സി ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. ചില ഭാഗത്തൊക്കെ നോക്കുമ്പോ ഉണ്ട്. ശ്രദ്ധിച്ചവര് എനിക്ക് എന്തൊക്കെയോ എന്നാലൊരു കോംപ്ലിമെന്റ് എങ്കിലും പറയാറുന്നില്ല അങ്ങനെ ഉണ്ട് എന്നൊക്കെ. റൊമാൻറ്റിക് അല്ലേ? ആണോ? എന്നാ നമുക്ക് ആ സിനിമയിലെ ഡയലോഗ് ഒന്ന് ചെയ്യിപ്പിച്ചാലോ? ഏത് സിനിമ? മറ്റേ വിനീത് സാർ ശ്രീനിവാസൻ സാറ് പറയാറുണ്ട്. മറ്റേ അത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ലൈവായിട്ട് നമുക്കൊരു ഇത് കാണാൻ പറ്റും. ഒരു മുത്തം തരാൻ പറ്റൂലെന്നൊന്നും എന്റെ പോപ്പ പറഞ്ഞിട്ടില്ലല്ലോ. മേത്ത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞാണ്. കാള പന്നി. ശരിക്കും അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഇനിയൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടിട്ടുള്ളത്, ഇപ്പം കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ വേറൊരു കാര്യമാണ് ഇപ്പൊ റിസൾട്ടിൽ നിന്ന് സിദ്ദിഖിക്കയുടെ ഒരു കാര്യം, കാരണം ദേഹത്ത് കൈവച്ചപ്പോ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് എന്താണ് ഇക്കൊക്കെ പറയാനുള്ളത്? അത് പറഞ്ഞാല് ഞാനന്ന് മേരറ്റോട്ടിൽ എറണാകുളത്തേക്ക് വന്നപ്പോൾ മേരറ്റോട്ടിൽ ഇവിടെ ഒരുപാട് നടന്മാരുണ്ട്. അവിടെ കണ്ടമാനം നടന്മാരുണ്ട്. അപ്പൊ അങ്ങനെ മമ്മൂക്ക വന്നു. മമ്മൂക്ക വന്നപ്പോൾ മമ്മൂക്കാനെ ഒന്നും ഫോട്ടോ എടുക്കാൻ അയച്ചിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ നടന്മാരൊക്കെ വലുതാക്കി നമ്മളെ പോലത്തെ സാധാരണക്കാരാണ്, അല്ലാതെ പോലെ പിന്നെ വേറെ ആരൊന്നും ഇതാക്കി. അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തായിട്ട് ഒക്കെ തട്ടി മാറ്റിയ കാര്യം നമ്മളെല്ലാവരും തട്ടി മാറ്റിയാണ്ട് ഒരു വണ്ടി കയറും. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടന്റ് ആക്കിയാണ്ട് നമ്മളിട്ട് നമുക്ക് 4 മില്യൺ കിട്ടി. 4 മില്യൺ ആൾക്കാരാണ് കണ്ട്. അതിലാണോ സിദ്ദീഖ് ഖാനെ കണ്ട്. സിദ്ദീഖ് ഖാനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ക്യാമറ ഓണാക്കിയാണ്ട് ഇത് പോയത് അടാച്ചു വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ ഇന്ന് മൂപ്പരത്ത് പോയാണ്ട് ഒരു വീഡിയോ ഞാൻ റീലിടാൻ വേണ്ടിയാണ്ട് മൂപ്പര് ഡയലോഗ് കൊടുക്കാനുള്ള ഒരു പരിപാടിക്ക് അതിലങ്ങനെ പോയാണ്ട് പിന്നെ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞാണ്, ഞാൻ മലപ്പുറത്ത് നിന്ന് വരികയാണ്, പാണ്ടിക്കാട് നിന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ പറഞ്ഞു. അതിൽ നമ്മൾ സാധാരണ ഇങ്ങനെയല്ല നമ്മൾ വെക്കണത്. ഇപ്പോൾ എത്രയോ ആൾക്കാർ കൊടുക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലൊന്ന് കജ്ജ് വെക്കും.
ഇല്ലേ? ജസ്റ്റ് ഒന്ന് ബേക്കറി കജ്ജച്ച് കണ്ട കാരണം ഒരു സെൽഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്താണ്ടുള്ളൂ നമ്മൾ ആ സെൽഫി എടുക്കുക. അപ്പൊ അതേമാതിരി പഞ്ഞോട് എന്ന് വെച്ചാൽ ദേഹത്തോട്ടില്ല കളിയൊന്നും വേണ്ട കജ്ജെടുക്കാറോ. പക്ഷെ പിറ്റേന്ന് ഞാൻ അതിന് വോയിസ് ഓവർ ആയിട്ട് കൊടുത്തു. സിദ്ദീഖിക്കാരെ കണ്ടു, ആള് ഭയങ്കര കൂളാണ്. പക്ഷെ അതില് ഒരുപാട് കമന്റ് ഉണ്ട്, ഇതിന്റെ ശരിക്കില്ല ഒറിജിനൽ സൗണ്ട് ചെന്തുകൊണ്ട് കട്ട് ചെയ്ത് പറഞ്ഞിട്ട് സിദ്ദീഖ്. പക്ഷെ ഞാൻ അന്നാ പറഞ്ഞ ഡയലോഗ് ഒരുപാട് കമന്റ് ആ വീഡിയോ ഇപ്പോൾ നോക്കിയാൽ സിദ്ദീഖ് എന്നെ ആട്ടി വിട്ടിക്കാണ്, മേത്ത് തുടണ്ടാന്നാണ് പറഞ്ഞത്. ഇപ്പം വന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് കാരണം ഒരുപാട് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും തീർത്തല്ല. പിന്നെയാണ് സിദ്ദീഖിക്കാരുടെ വിഷയം വന്നത്. പക്ഷെ അത് അയാളെ പേഴ്സണൽ കാര്യം, അതിലൊന്നും ഞാന് ഇടപെട്ടിട്ടില്ല. ശേഷം ഒരു റിയാക്ട് ചെയ്ത വീഡിയോ അതില് ഞാൻ എന്താട്ടി, ഞാനാണെങ്കിൽ വെറുതെ മൂപ്പര് ഏതായാലും നിക്കല്ലേ, അപ്പോ ഏതോ ഒരു സിനിമ നടിന്റെ തോളത്ത് കജ്ജക്കണ ഒരു വീഡിയോ കണ്ടു, അയാൾ അങ്ങോട്ടും പിടിച്ചു. അതിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇതൊന്ന് കണ്ടന്റ് ആക്കിയാ കൊള്ളാം എന്നുണ്ട്. ഞാൻ പിടിച്ചപ്പോ ആട്ടി മാറ്റി, മറ്റൊരു പിടിച്ചപ്പോ ഇതാക്കി പറഞ്ഞ ആ ഒരു ഇതുള്ളൂ ഞാൻ ഇട്ടിട്ട്. അല്ലാതെ മൂപ്പര വേറ്റന്റെ കാര്യങ്ങളും വലിച്ചിട്ട് കണ്ട് അതിപ്പോ എന്താ സത്യം ഏതാ സത്യം എന്നില്ല സിദ്ദീഖ് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് നമ്മൾ പറയാൻ അർഹനല്ല. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടു മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു റിയാക്ഷൻ വീഡിയോയില് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, യൂസഫ് അലി സാർ ഉൾപ്പെടെ ഞാൻ ഒരുപാട്. പിന്നെ ഇപ്പൊ യൂസുഫ് അലിക്ക ഞാൻ ഫസ്റ്റ് കാണുന്ന മലബാർ ഗോൾഡ് ഫൈസൽ ഖാന്റെ കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പരെ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു. മലബാർ ഗോൾഡ് ഫൈസൽ ഖാന്റെ മകന്റെ കല്യാണം ദുബായിൽ. അങ്ങനെ ഫൈസൽ ഖാൻ നമ്മളെ ക്ഷണിച്ചു. നമുക്കുള്ള ടിക്കറ്റ് കാര്യങ്ങൾ റൂം കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടാണ് മലബാർ ഫൈസൽ ഖാൻ ഇനി എൻ്റെ കുടുംബത്തിനെയും ദുബായിക്ക് കൊണ്ടുപോയത്. കാരണം നമ്മളവിടെ കല്യാണത്തിന് പോയി നമ്മൾ അവിടെ വന്ന് ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ട്, കണ്ടമാനം നടന്മാരും നടിയാളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇതിൽ നമ്മളെയും പാടെ വിളിച്ചല്ലോ. അങ്ങനെ ഇക്കുഞ്ച കുടുംബത്തിനോട് പോയി ആ കല്യാണം കൂടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ യൂസുഫ് അലി സാറ് വന്നപ്പോൾ യൂസുഫ് അലി സാറിന്റെ പിന്നെ 4 സൈഡും ദുബായ് പോലീസുമാരും സെക്യൂരിറ്റിയും ഏരിയകളും ഇങ്ങനെ നിൽക്കണം. പോണതും അടുക്കാൻ ഒരാൾക്കും കഴിയണില്ല. അതിന് മൂപ്പര് പുറത്തിറങ്ങണ നേരത്തെ പുറത്ത് യൂസുഫ് അലിക്ക ഒരു ഫോട്ടോ എടുക്കട്ടെ ഇങ്ങോട്ട് മുന്നിക്ക് വാങ്ങാറുള്ളൂ. അങ്ങനെ ഞാൻ മുന്നിൽ പോയി കണ്ട് എന്താട്ടി ഇഞ്ച വീഡിയോ ഉണ്ടായി ഞാൻ ഇട്ടുണ്ട്. മുന്നിൽ പോയത് എന്റെ മോനെ എവിടെ വെച്ചു. യൂസുഫ് മോനൊക്കെ ചോദിച്ചു പഠിച്ചവര് നമ്മളോട്. മോനോട് ഉമ്മയും കൊടുത്തിട്ടുണ്ട്, മോനെ എവിടെ വെച്ചു. അതില് ഞാൻ ആകെ അങ്ങോട്ട് തരിച്ചു. ആരാ പറയണത്? ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ് മാന്, അതും നമ്മളെ പാവങ്ങളുടെ പടത്തലവൻ തന്നെ പറയാം. യൂസുഫ് അലിഖാനെ കുറിച്ചുണ്ട്. ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയായ ഒരാളാണ്. അയാൾ നമ്മളെ മോനെ ചോദിച്ചതെന്ന് പറയുമ്പോ അല്ലേ ഞങ്ങൾക്ക് അത്ഭുതം. അങ്ങനെ ഞാൻ പോയാണ്ട് ഞാനൊരു വീഡിയോ എടുക്കട്ടെ. അതിൽ ഞാൻ തട്ടി വീഡിയോ ഒക്കെ എടുത്ത് ഇച്ചന്ന് എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. കാരണം കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നേരിട്ടായിട്ട് കിട്ടിയപ്പോൾ അത് കണ്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പൊ ഈ വീഡിയോ തന്നെ വരുന്നുണ്ട്, കമന്റ് വരുന്നുണ്ട്, എന്നെ വിളിച്ചാത്ത കല്യാണത്തിന് വെയ്ക്കല്ലേ ഒരു മനസ്സ് എന്നെ വിളിച്ചിട്ടില്ല കല്യാണത്തിന്, വലിഞ്ഞു കയറി പോയതാ. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും അവിടെ കല്യാണത്തിന് പോകാൻ പറ്റൊന്നുമില്ല. ഇത്രയും ആൾക്കാർക്ക് അന്ന് ടിക്കറ്റൊക്കെ ഭയങ്കര ഫയറാ. അത്രയും പൈസയും കൊടുത്താണ്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്താണ്ട് പിന്നെ ഒരു ടിക്കറ്റ് തന്നാണ്ട് നമ്മൾ പോയത്. എന്തായാലും ആ വീഡിയോ അങ്ങോട്ട് കയറി. പിന്നെ അവിടുന്ന് ഒരുപാട് നടന്മാരെ ഞാൻ കണ്ടു. എല്ലാരും ഞാൻ അങ്ങനെ ചോദിച്ചു നിങ്ങളൊക്കെ അറിയലുണ്ട് പറഞ്ഞു. അബുസരീഫ്ക്കാരോട് എന്തോന്ന് ചോദിച്ചിരുന്നല്ലോ, അറിയിച്ചപ്പോ എന്താ എന്നോട് പറഞ്ഞു വീഡിയോ കാണലുണ്ട് പറഞ്ഞു. അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തോന്നി. പിന്നെ ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റികൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കാര്യല്ലേ. ആരും അറിയപ്പെടാത്ത ആൾക്കാരല്ലേ, ആരും അറിയണില്ല. പക്ഷെ പിന്നെ അറിഞ്ഞു തുടങ്ങി നമുക്കൊരു സന്തോഷമല്ലേ. നമ്മളെ മലപ്പുറത്താർക്ക് വേറെ പ്രത്യേകത ഉണ്ട്. പക്ഷെ നിങ്ങളെ ഭാഗത്തുള്ളവർക്ക് വല്ലാണ്ടല്ലോ. ഒരു നടൻ വന്നു കഴിഞ്ഞാല് ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അവിടെ പോയാണ്ട് നൊയഞ്ഞു പോയൊരു ഫോട്ടോ ഒരു വീഡിയോസിലും എടുക്കാൻ ശ്രമിക്കും. എനിക്ക് ഏത് കലാകാരന്മാരെ കണ്ടാലും ഞാൻ അങ്ങോട്ട് ചെല്ലും. ചെന്നാണ്ട് ഞാനൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസോ ഞാൻ ഒരു സ്റ്റോറിയിലും ഞാടും. അത് നമുക്ക് എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയണേ, ഞാനത് ചെയ്യും. അതിപ്പോ ഇനിയിപ്പോ നാളെ മോലെല്ലാം കണ്ടാലോ പിന്നെ അതേപോലെ ഏത് നടനെ കണ്ടാലോ നമ്മള് പോയി നോക്കും, ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ, കിട്ടിയാ അല്ലെങ്കിൽ ചട്ടിയാറ മാതിരിയൊക്കെ നമ്മളെ അവസ്ഥ. വസളാവും, ചിലപ്പോ വസളാവും, ചിലപ്പോ ട്രോൾ. പക്ഷെ നമുക്ക് ഇവരൊക്കെ നമുക്ക് ഇഷ്ടമാണ്, എല്ലാ നടന്മാരും ഇഷ്ടമാണ്, പേഴ്സണൽ സിദ്ദീഖിക്കാരും ഇഷ്ടമാണ്. പക്ഷെ അന്നത്തെ അതിന് നമുക്ക് അയാളുടെ മനസ്സിൽ ഒന്നുമില്ല. നമ്മളാ വീഡിയോ ഇട്ടോ അതിമ കഴിഞ്ഞ്. പക്ഷെ അതിനെതിരെ സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവങ്ങള് കാണണം കേട്ടോ, എഞ്ചതിലുണ്ട്. അതെന്താ അറിയോ? കാരണം ഒരു പെണ്ണ് വന്നുകൊണ്ട് ഇന്നെ പീഡിപ്പിച്ചിക്കണെന്നാ പറയുമ്പോ തന്നെ
വിശ്വസിച്ചാൽ നിൽക്കൊന്നും വേണ്ട. എന്താണോ തെളിവ് കാര്യങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് വേണം ഒരു മനുഷ്യനെ ഇതാക്കാന്. അങ്ങനെ ഓരോരോ പെണ്ണുങ്ങൾ അന്നെ എത്ര ആള് പീഡിപ്പിച്ചിക്കണം, ഇന്നെ അത്ര ആള് പീഡിപ്പിച്ചിക്കണം പറഞ്ഞാണ്ട് എത്ര വെറുതെ ഇല്ല ആൾക്കാരെ ഭാവി കളയാൻ വേണ്ടി നിൽക്കണോ? അത് നിയമപരമായിട്ട് അന്വേഷിച്ച് അതിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് കേസ് ഫയൽ ചെയ്യാതാക്കുക. അല്ലാതെ ഇപ്പൊ ഒന്നും വേണ്ട കുഞ്ഞ ഇങ്ങനെ ഇതാക്കി അല്ലെങ്കിൽ ഇങ്ങനെ അപമാനപ്പെടുത്തിക്കണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? ഒരു കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്.